ഹലോ ഹായ് എല്ലാവർക്കും ലേനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഏപ്രിൽ മാസത്തെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടാണ്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല, ജോബ് അപ്ഡേറ്റ്സും നമ്മുടെ ചാനൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് വ്യൂസും കിട്ടുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുന്നുണ്ട് എന്നത് അറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് നമുക്ക് സന്തോഷമുണ്ട്. ഓക്കെ, ഇതുപോലെ ഡെയിലി അപ്ഡേറ്റ്സ് ഇടുന്ന ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് മാത്രമല്ല, കരിയർ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ചാനൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേശീയ സർവകലാശാലയിൽ ഫോറൻസിക് സയൻസ് പഠിക്കാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. ഫോറൻസിക് സയൻസ് ആണോ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം? അതായത് ഇപ്പോൾ ഫോറൻസിക് സയൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതികൾ വന്നിരിക്കുകയാണ്. അതായത് ഡിഗ്രി PG കോഴ്സുകൾക്ക് അപേക്ഷ മെയ് 5 വരെയുണ്ട്. കുറ്റകൃത്യങ്ങൾ, കുറ്റാന്വേഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ധാരാളം പ്രോഗ്രാമുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഗുജറാത്തിലെ ഗാന്ധി നഗറിലുള്ള നാഷണൽ ഫോറൻസിക് സയൻസസ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി PG പ്രോഗ്രാമുകളിലേക്ക് മെയ് 5 വരെ അപേക്ഷിക്കാവുന്നതാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള സർവകലാശാലയ്ക്ക് ഡൽഹി, ചെന്നൈ, ഗോവ അടക്കം നല്ല സ്ഥലങ്ങളാണ്. ഡൽഹി, ചെന്നൈ, ഗോവ അടക്കം 14 ക്യാമ്പസുകളാണുള്ളത്. എൻട്രൻസ് പരീക്ഷ ജൂൺ 7, 8 തീയതികളിലായിരിക്കും നടക്കുക. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് മെയ് 5 വരെ അപേക്ഷിക്കാം. അതുപോലെ തന്നെ എൻട്രൻസ് എക്സാം എപ്പോഴാണ് നടക്കുന്നത്? ജൂൺ 7, 8 തീയതികളിലായിരിക്കും എൻട്രൻസ് എക്സാമുകൾ നടക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോഗ്രാമുകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ MSc ഉണ്ട്, BSc ഉണ്ട്, അതുപോലെ തന്നെ BTech ഉണ്ട്, MBA ഉണ്ട്, MTech ഉണ്ട്, MA ഉണ്ട്, MPhil ഉണ്ട്, LLM ഉണ്ട്, BSc LLB ഓണേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതിൽ MSc വരുന്നത് ഫോറൻസിക് സയൻസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി, മൾട്ടിമീഡിയ ഫോറൻസിക് അല്ലെങ്കിൽ ടോക്സിക്കോളജി അല്ലെങ്കിൽ ഫോറൻസിക് ബയോടെക്നോളജി, കെമിസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, എൻവയോൺമെന്റൽ സയൻസ്, ഫോറൻസിക് നാനോ ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ഫോറൻസിക് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, ന്യൂറോ സൈക്കോളജി, ഹോംലാൻഡ് സെക്യൂരിറ്റി തുടങ്ങിയ വിഷയങ്ങളിലാണ് MSc വന്നിട്ടുള്ളത്. ഇനി BSc, MSc രണ്ടും ഫോറൻസിക് സയൻസിൽ BScയും വരുന്നുണ്ട്, അതുപോലെ തന്നെ MScയും വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇനി BSc ക്രിമിനോളജിയിലും അതുപോലെ തന്നെ ഫോറൻസിക് സയൻസിലും BSc വരുന്നുണ്ട്. ഇനി പ്രൊഫഷണൽ ഡിപ്ലോമയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് സയൻസ് നോക്കിയേ, ഫിംഗർ പ്രിന്റ് സയൻസിൽ ഡിപ്ലോമ, ഫോറൻസിക് ഡോക്യുമെന്റ് എക്സാമിനേഷനിലെ ഡിപ്ലോമ, സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ തന്നെ സെക്യൂരിറ്റി സ്റ്റഡീസ്, സൈബർ സൈക്കോളജി, ഇൻവെസ്റ്റിഗേറ്റീവ് സൈക്കോളജി, ഇൻഡസ്ട്രിയൽ ആൻഡ് ഫയർ സേഫ്റ്റി, ഹൈജീൻ ആൻഡ് എൻവയോൺമെന്റൽ മാനേജ്മെന്റ്, സൈബർ ലോ തുടങ്ങിയവയിൽ പ്രൊഫഷണൽ ഡിപ്ലോമ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BTechഉം MTechഉം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻ സൈബർ സെക്യൂരിറ്റി, അതുപോലെ തന്നെ MBA ഫോറൻസിക് അക്കൗണ്ടിംഗ് ആൻഡ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ, ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, സൈബർ സെക്യൂരിറ്റി മാനേജ്മെന്റ്, ബിസിനസ് അനലിസ്റ്റിക് ആൻഡ് ഇന്റലിജൻസ്, അതുപോലെ തന്നെ BBA MBA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോറൻസിക്കുമായി ബന്ധപ്പെട്ട 4 സ്പെഷ്യലൈസേഷനിലാണ് BBA MBA പ്രൊവൈഡ് ചെയ്യുന്നത്. MFARM ഉണ്ട്, ഫോറൻസിക് ഫാർമസി, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസിലാണ് MFAM പ്രൊവൈഡ് ചെയ്യുന്നത്. MTech സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസിൽ, അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ഫോറൻസിക് സ്ട്രക്ചർ എഞ്ചിനീയറിംഗിലാണ് വരുന്നത്. MA ഇൻ പോലീസ് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസ്, ക്രിമിനോളജി, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫോറൻസിക് ജേർണലിസത്തിൽ MA, അതുപോലെ തന്നെ MPhil ഇതിലാണ് ക്ലിനിക്കൽ സൈക്കോളജിയിലാണ്. LLM സൈബർ ലോ ആൻഡ് സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, അതുപോലെ തന്നെ BSc LLB ഓണേഴ്സ്, BBA LLB ഓണേഴ്സ്, LLB ഓണേഴ്സ് എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിഗ്രി PG കോഴ്സുകൾക്ക് അപേക്ഷ മെയ് 5 വരെയാണ്. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്, എത്ര ക്യാമ്പസുകളാണ്? 14 ക്യാമ്പസുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. എൻട്രൻസ് പരീക്ഷ ജൂൺ 7, 8 തീയതികളിലാണെന്ന് പറഞ്ഞു. PhD പ്രോഗ്രാമുകൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യാം. www.nfsu.ac.in ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസ് 42 എന്ന സൈറ്റിലാണ് വിശദ വിവരങ്ങൾ ഉണ്ടായിരിക്കുക. അതായത് PhD പ്രോഗ്രാമുകളുടെ ഡീറ്റെയിൽസ്. ഇനി സ്കൂൾ ഓഫ് ഓപ്പൺ ലേണിംഗ് നടത്തുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഉണ്ടായിരിക്കുന്നതാണ്. സ്കൂൾ ഓഫ് ഓപ്പൺ ലേണിംഗ് നടത്തുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ https
nfsumha.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഫോറൻസിക് സയൻസ് ഇതുപോലത്തെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, കരിയർ ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല ജോലി സാധ്യതകളെ കുറിച്ചും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.